ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴീന്തേ. ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമേ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ പുള്ളൂർക്കുടം കീഴുറങ്ങി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാനൊരു ചെറിയ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പാവയ്ക്ക ജ്യൂസ് അടിച്ചു കുടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ പാവയ്ക്ക ജ്യൂസ് എനിക്ക് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും കുടിക്കുന്നൊന്നും ഞാൻ നുണ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വല്ലപ്പോഴും കുടിക്കാറുണ്ട്. അതുകൊണ്ട് നല്ല കയ്പുള്ള സംഭവം ആയതുകൊണ്ട് എപ്പോഴും കുടിക്കണമെന്ന് ആഗ്രഹമില്ല കേട്ടോ. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 പാവയ്ക്ക ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ മേടിച്ചു. അതിനകത്ത് അത് തോരൻ വെച്ച്, ബാക്കിയുള്ളതൊക്കെ തോരൻ വെച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാവയ്ക്ക നല്ല ഒരു വെജിറ്റബിളാണ്. എല്ലാം നല്ല വൈറ്റമിൻസും മിനറൽസും ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. കുറച്ച് നല്ല ഫൈബറും അയൺസും എല്ലാം ഉള്ള ഒരു പച്ചക്കറിയാണ് ഇത്. പക്ഷേ നല്ല കയ്പായതുകൊണ്ടും നമുക്ക് ആർക്കും കഴിക്കാനും വലിയ താല്പര്യമില്ലാത്ത, ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടീമുകളാണ് നമ്മളെല്ലാവരും. എന്നാൽ പാവയ്ക്ക വലിയ നന്നായിട്ട് എന്താ പറയുക, പാവയ്ക്കയോട് നല്ല ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് നന്നായിട്ട് മുടി ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ വല്ലപ്പോഴും പാവയ്ക്ക ജ്യൂസോ അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസോ ഇത് രണ്ടും അടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അനുഭവമാണ്. ഇതെല്ലാവർക്കും അനുയോജ്യമായിരിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ വല്ലപ്പോഴും കുടിക്കാറുള്ളൂ, എല്ലാ ദിവസമൊന്നും കുടിക്കാറില്ല. കാരണം ഇതിന് നല്ല കട്ട കയ്പായതുകൊണ്ട് വലിയ താല്പര്യമില്ല. പിന്നെ വല്ലപ്പോഴും ഇത് കുടിക്കണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല ഹെയർ കട്ടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാലോ, പോണിറ്റെയിലൊക്കെ ഇട്ടുമ്പോഴത്തേക്കും നന്നായിട്ട് കട്ടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നന്നായിട്ട് മുടി കൊഴിയാറുണ്ടെന്നല്ലേ. അപ്പോൾ കാരണം മാത്രമല്ല, നമുക്ക് കട്ടിലേലും എല്ലാം മുടി കിടക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് മുടി ഫോളാവുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്നെല്ലാം ചെറിയൊരു മാറ്റങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ഞാൻ അതിൻ്റെ നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തെ കുരുക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിവിടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ അല്ല കേട്ടോ. ഇത് നമ്മുടെ ഏഷ്യൻ ഷോപ്പുകളിൽ മാത്രമേ വല്ലപ്പോഴും ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് നേരെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ നന്നായിട്ട് നമ്മുടെ പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ നന്നായിട്ട് നമ്മുടെ അരിപ്പയിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിലുള്ളവർ ഇത് പല കാരണങ്ങളാൽ മുടി കൊഴിച്ചിലുണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാവരും കുടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ മിക്സിയിലടിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തോട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചു വെച്ചു. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അരിപ്പയിലാണ് ഞാൻ അരിച്ചെടുക്കുക കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കും. കാരണം അതിൻ്റെ അടിയിൽ അതിൻ്റെ തരികൾ വലുതും ചെറുതുമായിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഫൈനലി ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുണ്ടോ, നന്നായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് തരികളൊന്നും ഇല്ല. പിന്നെ നന്നായിട്ട് അരിച്ചെടുത്ത് ഞാൻ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഗ്ലാസ്സിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് എനിക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല കയ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചിപ്പം കുടിച്ചിട്ട് കുറച്ച് വൈകുന്നേരം കുടിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഞാൻ ഒഴിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും കൂടുതൽ വന്നത്. സാധാരണ ഇത്രയും വരാറില്ല കേട്ടോ.
അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ കുടിക്കാറുള്ളത്. ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ആഡ് ചെയ്യാറില്ല. ഈ പറഞ്ഞ പോലെ ചിലവരൊക്കെ ഹണിയും അതും ഇതൊക്കെ ആഡ് ചെയ്യും. പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. എന്തിനാ അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കുന്നതും ഭേദം കുടിക്കാതിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാവയ്ക്ക ജ്യൂസ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുടിക്കാം. ഇത് വേഗം വേഗം കുടിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്കതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ ഞാൻ സാധാരണ കുടിക്കുന്ന രീതി ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ മാത്രമേ കുടിക്കാറുള്ളൂ. ഞാൻ ആരോടും കുടിക്കാനും പറയാറില്ല, ഒന്നുമില്ല. കാരണം ഇത് നമുക്കറിയാമല്ലോ, ഇതാരും കുടിക്കുകയില്ല. ഇത് ഞാൻ മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.